ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പി സി ബിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. ഇപ്പോഴത്തെ പി സി മാർക്കറ്റ് ടോട്ടലി മാറിയിട്ടുണ്ട്. പി സി പാർട്സിന്റെ പ്രൈസ് ടോട്ടലി ന്യൂ പ്രൊഡക്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. പി സി മാർക്കറ്റിൽ പഴയതുപോലെ അല്ല, പ്രൈസും കാര്യങ്ങളൊക്കെ ടോട്ടലി മാറിയിട്ടുണ്ട്. ഗ്രാഫിക്സ് കാർഡിന്റെ പ്രൈസ് എല്ലാം പഴയതിനേക്കാളും ഒരുപാട് ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള ഒരുപാട് പി സി പാർട്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു 60K ബഡ്ജറ്റിൽ അത്യാവശ്യം കിടിലമായിട്ട് ഗെയിമിങ്ങും എഡിറ്റിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റിയ ബഡ്ജറ്റ് റേഞ്ചിൽ ബിൽഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പി സിയാണ്. സോ ഒരുപാട് ടൈം കളയാതെ തന്നെ ഈ ഒരു പി സി പാർട്സ് ഏതൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു പി സി യൂസ് ചെയ്യുന്നത് ഇന്റലിലെ i5 13 ജനറേഷൻ പ്രൊസസ്സറാണ്. ഇതൊരു F സീരീസ് പ്രൊസസ്സറാണ്. ഇതിനകത്ത് ഇൻബിൽഡ് ഗ്രാഫിക്സ് കാർഡ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഗ്രാഫിക്സ് കാർഡ് ഇട്ടാൽ മാത്രമേ ഡിസ്പ്ലേ വരൂ. ഇതൊരു 10 കോർ 16 ത്രെഡ് പ്രൊസസ്സറാണ്. ഈ ഒരു പ്രൊസസ്സർ DDR4ഉം DDR5ഉം മദർ ബോർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ പറയുന്നത് ഈ ഒരു ബിൽഡ് ചെയ്യുമ്പോൾ എന്തായാലും DDR5 വെച്ച് ബിൽഡ് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. കാര്യം DDR4 ടോട്ടലി ഔട്ട്ഡേറ്റഡ് ആയി. CPU കൂടെ നമ്മളിവിടെ ചൂസ് ചെയ്യുന്നതൊക്കെ പറയുന്നത് കൂളർ മാസ്റ്ററിന്റെ ഹൈപ്പർ 212 എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ്. ഇതൊരു കൂളിംഗ് ടവർ ആണ്. ഇൻബിൽഡ് വരുന്ന CPU കൂളറിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ഈ ഒരു കൂളർ യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ AO കൂളറൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, ഒരു 240mm ഒക്കെ. ബട്ട് ആ ഒരു 240mm AO കൂളറിലോട്ട് പോകാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയായാലും 65K ബഡ്ജറ്റിന് മുകളിലോട്ട് പോകും. സോ ഇതൊരു 60K ബഡ്ജറ്റിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം കൂളർ യൂസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പി സിയിൽ ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മദർ ബോർഡാണ്. അപ്പോൾ ടോട്ടലി ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് മദർ ബോർഡാണ് ഞാനിതിൽ ചൂസ് ചെയ്തിട്ടുള്ളത്. B760 MSIയുടെ ഗെയിമിംഗ് വൈഫൈ മദർ ബോർഡാണ്. ഈ ഒരു മദർ ബോർഡിന്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടില്ല. കാര്യം ഇതിനകത്ത് 2 റാം സ്ലോട്ടേ വരുന്നുള്ളൂ. ഇപ്പോഴത്തെ ബിൽഡിലൊക്കെ 2 റാം സ്ലോട്ട് ധാരാളമാണ്. മറ്റു ഫീച്ചേഴ്സ് ഈ ഒരു മദർ ബോർഡിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു DDR5 മദർ ബോർഡാണ്. ഇതിനകത്ത് Wi-Fi 6E ആണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ടുള്ള വൈഫൈ ആണ് ഇതിനകത്ത് ഇൻബിൽഡ് വരുന്നുണ്ട്. ഇതിന്റെ ആന്റിന എന്ന് പറയുന്നത് ഒരു ഷാർപ്പ് ടെയിൽ ആന്റിനയാണ്. അടുത്തതായിട്ട് ഇതിനകത്ത് M.2 NVMe സപ്പോർട്ട് വരുന്നുണ്ട്. Gen 4 സപ്പോർട്ടാണ്. 2 M.2 Gen 4 സ്ലോട്ട് വരുന്നുണ്ട്. ഈ ഒരു മദർ ബോർഡ് ഓവർ ക്ലോക്കബിൾ ആണ്. പഴയതുപോലല്ല, ഇപ്പോഴത്തെ ഇന്റൽ പ്രൊസസർ എല്ലാം ഓവർ ക്ലോക്കബിൾ ആണ്. F സീരീസും നമുക്ക് ഓവർ ക്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മദർ ബോർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ അത്യാവശ്യം നല്ലൊരു മദർ ബോർഡ് കിട്ടും. ഇതിന്റെ 4 റാം സ്ലോട്ട് വരുന്ന വേരിയന്റ് ഉണ്ട്. ബട്ട് അത് ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 റാം സ്ലോട്ട് തന്നെ ധാരാളമാണ്. സോ ഈ ഒരു മദർ ബോർഡ് ചൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. അടുത്തായിട്ട് ഈ ഒരു ബിൽഡിൽ യൂസ് ചെയ്യുന്ന റാം എന്ന് പറയുന്നത് Corsair Vengeanceന്റെ 16GB DDR5 സിംഗിൾ സ്റ്റിക്ക് ആണ്. 5200 MHz ആണ് ഇതിന്റെ ഒരു റാം സ്പീഡ് വരുന്നത്. 5200 MHz ധാരാളമാണ്. കാര്യം ഇതിന് സജസ്റ്റ് ചെയ്യുന്ന പറയുന്നത് 4800 MHz ആണ്. 6000 ഇട്ടാലും വലിയ ഡിഫറൻസ് ഒന്നും റാം പെർഫോമൻസിൽ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സിംഗിൾ സ്റ്റിക്ക് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫ്യൂച്ചർ അപ്ഗ്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 16GB സിംഗിൾ സ്റ്റിക്ക് കൂടെ ഇടാം. അപ്പോഴത്തേക്ക് ടോട്ടലി 32GB റാം ആയി മാറുന്നതായിരിക്കും ഈ ഒരു ബിൽഡിനകത്ത്. അടുത്തായിട്ട് ഈ ഒരു പി സി ബിൽഡിൽ സ്റ്റോറേജിന് യൂസ് ചെയ്യുന്നത് 512GB M.2 NVMe Gen 4 M.2 NVMe ആണ്. ബഡ്ജറ്റ് ആയതുകൊണ്ടാണ് ഇതൊരു 512GB ഒതുക്കിയത്. അല്ലെങ്കിൽ 1TB യൂസ് ചെയ്യാനേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. കാര്യം ഇപ്പോഴത്തെ ഗെയിമും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ട് 1TB വേണം. ഈ ഒരു 512GBയുടെ M.2 NVMe Gen 4 ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് 4000 മുകളിൽ ഇതിന് റീഡ് സ്പീഡ് വരുന്നുണ്ട്. ബട്ട് ഇതിന്റെ റൈറ്റിംഗ് സ്പീഡ് കുറച്ച് കുറവാണ്. 1700 ആ റേഞ്ചാണ്. നെക്സ്റ്റ് ഈ പി സിയിൽ യൂസ് ചെയ്യുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് ഒരു 550 വാട്ടിന്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ്. 550 വാട്ടിന്റെ പവർ സപ്ലൈ മിനിമം എന്തായാലും വേണം. സജസ്റ്റബിൾ എന്ന് പറയുന്നത് ഒരു 650 ആണ്. ബട്ട് ബഡ്ജറ്റ് ആയതുകൊണ്ട് 550 വാട്ടിന്റെ പവർ സപ്ലൈ, അതും 80+ ബ്രോൺസ് തന്നെ എപ്പോഴും ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ളത് ചൂസ് ചെയ്യുക എന്നേ ഞാൻ പറയുള്ളൂ. ഫൈനലി ഈ ഒരു പി സിയിൽ ഏറ്റവും പവർ അപ്പ് ചെയ്യുന്ന സാധനം, അതായത് നമുക്ക് എഡിറ്റിംഗും ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ട് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഗ്രാഫിക്സ് കാർഡാണ്. സോ ഇവിടെ യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഇപ്പോൾ പി സി മാർക്കറ്റൊക്കെ ടോട്ടലി ചേഞ്ച് ആയി. അതുകൊണ്ട് തന്നെ RTX 3060 ഈ ഒരു ബിൽഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഒരു 4K 60 ഫ്രെയിംസിൽ വളരെ സ്മൂത്ത് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡും ഗെയിമിങ്ങിനും പറ്റിയ ഒരു ഗ്രാഫിക്സ് കാർഡ് തന്നെ RTX 3060 Ti. ഈ ഒരു പി സിയിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ചോയ്സ് ആണ്. ബഡ്ജറ്റ് ഡിപ്പെൻഡ് ചെയ്ത് വേണം പി സി കേസ് ചൂസ് ചെയ്യാൻ. ഇവിടെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പി സി കേസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3000 ബിലോ ആണ്. അതായത് 60K ബഡ്ജറ്റിൽ ഇത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പി സി കേസ് ഇൻക്ലൂഡ് ചെയ്തത്. ആൻഡ് വാല്യൂ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ CV200 എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഇത് വൈറ്റും വരുന്നുണ്ട്, ഇത് ബ്ലാക്കും വരുന്നുണ്ട്. ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് 3 RGB ഫാൻസ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരും.
10K ബഡ്ജറ്റിൽ ബിൽഡ് ചെയ്യാൻ പറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു PC ബിൽഡ് എന്ന് വേണം പറയാൻ. ഇപ്പോഴത്തെ ഒരു പ്രൈസ് റേഞ്ചിൽ ബിൽഡ് ചെയ്യാൻ പറ്റിയ എഡിറ്റിംഗ് പ്ലസ് ഗെയിമിംഗ് PC. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും.